2023 ചോദിച്ചിട്ടുള്ള 18th ക്വസ്റ്റ്യൻ കണ്ടോ. ഡെൽറ്റ ലാംഡൻ്റെ വാല്യൂ എക്സ് ആണെങ്കിൽ കേർണൽ ഓഫ് ടി ലാംഡൻ്റെ വാല്യൂ 0 ആയിരിക്കും കാണിക്കേണ്ടത്. ടി ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ്, ലാംഡ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇതിൻ്റെ കൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. നമുക്ക് കാണിക്കേണ്ടത് എന്താ, ഡെൽറ്റ ലാംഡ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ കേർണൽ ഓഫ് ടി ലാംഡ ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മൾ അസ്യൂം ചെയ്യുക കേർണൽ ഓഫ് ടി ലാംഡ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന്. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അവിടെ ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടാവില്ലേ. ഞാൻ ആ എലമെൻറ്റിനെ എക്സ് നോട്ട് എന്ന് വിളിക്കുകയാണ്. ഈ എക്സ് നോട്ട് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് ടി ലാംഡ ഓഫ് എക്സ് നോട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ 0ലേക്ക് മാപ്പ് ചെയ്യുന്ന എക്സ് നോട്ട് എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് ഉണ്ടാവും. 0ലേക്ക് മാപ്പ് ചെയ്യുന്ന എക്സ് നോട്ട് എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉണ്ടാവും. ഇനി ഞാൻ അസ്യൂം ചെയ്യുകയാണ് x1 എന്ന് പറയുന്ന എലമെൻറ്റ് മാപ്പ് ചെയ്യുന്നത് എക്സ് നോട്ടിലേക്കാണ്. അതേപോലെ x2 എന്ന് പറഞ്ഞ എലമെൻറ്റ് മാപ്പ് ചെയ്യുന്നത് x1ലേക്കാണ്. അങ്ങനെ ഓരോ എലമെൻറ്റ് മാപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ അസ്യൂം ചെയ്യുക. എന്ന് വെച്ചാൽ ദർ എക്സിസ്റ്റ് ആൻ xn സച്ച് ദാറ്റ് ടി ലാംഡ ഓഫ് xn ഈക്വൽ ടു xn-1. ഇപ്പോൾ നോക്കിയേ, ടി ലാംഡ ഓഫ് x1 എന്ന് പറയുന്നത് എക്സ് നോട്ടാണ്. ഞാൻ ഇതിനെ വീണ്ടും ടി ലാംഡ ചെയ്താലോ, ടി ലാംഡ സ്ക്വയർ ഓഫ് x1 ചെയ്താൽ എന്ത് വരും, ടി ലാംഡ ഓഫ് എക്സ് നോട്ട് എന്ന് വരും. അതെന്താവും, 0 ആയി മാറും അല്ലേ. ഇത് എക്സ് നോട്ട് വന്നു, വീണ്ടും ടി ലാംഡ കൊടുക്കുമ്പോൾ 0 എന്ന് വരും. ഇനി ഞാൻ ഒരു പ്രാവശ്യം ടി ലാംഡ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുന്ന എലമെൻ്റ് ഉണ്ടാവില്ലേ, അതിന് ഞാൻ n1 എന്ന് വിളിച്ചു. 2 പ്രാവശ്യം ടി ലാംഡ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുന്ന എലമെൻ്റ് ഉണ്ടാവില്ലേ, അതിന് ഞാൻ n2 എന്ന് വിളിച്ചു. 3 പ്രാവശ്യം ചെയ്താൽ കിട്ടുന്ന എലമെൻറ്റിനെ n3 എന്ന് വിളിച്ചു. അങ്ങനെ nk വരെ ഉണ്ടാവും. nkയോ അതിൽ കൂടുതലോ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതാ ഒരു ഇങ്ങനെയല്ലേ വരിക. ആദ്യം ഉള്ളിലൊരു n1 ഉണ്ടാവും, n2 ഉണ്ടാവും, പിന്നെ nk-1 ഉണ്ടാവും, പിന്നെ nk ഉണ്ടാവും, പിന്നെ nk+1 ഉണ്ടാവും. അങ്ങനെ ഇതൊരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ബനാക് സ്പേസിലുള്ളതാണ്. ഓരോന്നും ക്ലോസ്ഡാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഈ nkൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു yk എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഈ ykയും nk-1 ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/2 കൂടുതലായിരിക്കും. ഇതിൽ നോം ykൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ. അപ്പോൾ nkയിലൊരു പോയിൻ്റ് എടുക്കുകയാണ് yk, അതിൻ്റെ നോം വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ykയും അതിൻ്റെ ഉള്ളിലുള്ള ഒരു സബ്സ്പേസ് nk-1 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/2 കൂടുതലായിരിക്കും. നമ്മൾ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മുടെ ടി കോമ്പാക്റ്റ് ആണല്ലോ. കോമ്പാക്റ്റ് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ഒരു കോഷി സബ് സീക്വൻസ് അതിൻ്റെ ഇമേജിലുണ്ടാവും. ഇതിൻ്റെ ഇമേജിൽ അങ്ങനെ ഒരു കോഷി സബ് സീക്വൻസ് ഉണ്ടാവില്ല. അത് കോഷി എന്ന് പറയുമ്പോൾ അത് കൺവേർജിങ് ആയിരിക്കണം. ഞാനിത് ഡൈവേർജൻ്റ് ആണെന്ന് കാണിക്കുന്നത് ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട്. എങ്ങനെയാണെന്ന് അറിയോ, നമുക്ക് കോഷി ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതിലെ 2 എലമെൻറ്റ് വേണമല്ലേ. ഞാൻ ആ ഇമേജിലെ 2 എലമെൻറ്റ് ty-യും ty-നും എടുക്കുകയാണ്. ty-k മൈനസ് ty-നെ എനിക്കറിയാം, t മൈനസ് ലാംഡയിനെ എനിക്ക് എങ്ങനെ എഴുതാം, t മൈനസ് ലാംഡ yn-നെ ty-n മൈനസ് ലാംഡ yn എന്ന് എഴുതാം. ഇതിന് ty-n എന്തായിരിക്കും, ഇതിനെ ടി ലാംഡ yn എന്ന് എഴുതാലോ. ഈ ടേമിനെ ടി ലാംഡ yn ഈക്വൽ ടു ty-n മൈനസ് ലാംഡ yn എന്ന് എഴുതാം. ഇതിന് ty-n എന്ന് പറയുമ്പോൾ ഈ ടേം ഇങ്ങോട്ടേക്ക് അങ്ങ് പ്ലസ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് എഴുതാം, ഇതേപോലെ എഴുതാം, ടി ലാംഡ yn പ്ലസ് ലാംഡ yn എന്ന് എഴുതാം അല്ലേ. ഇതിന് ty-n എന്തായിരിക്കും, ടി ലാംഡ yn പ്ലസ് ലാംഡ yn. അങ്ങനെ എഴുതുന്ന സമയത്ത് ഇതെന്തായിരിക്കും, ടി ലാംഡ yk പ്ലസ് ലാംഡ yk മൈനസ് ടി ലാംഡ yn മൈനസ് ലാംഡ yn എന്ന് വരും. ഇതിൽ നിന്ന് ഞാൻ ലാംഡകളെല്ലാം അങ്ങ് പുറത്തേക്ക് എടുത്ത് എന്ത് സംഭവിക്കും, ഇവിടെ ലാംഡ പുറത്തേക്ക് വരും. മോഡ് ലാംഡ ഇൻറ്റു yn പ്ലസ് ടി ലാംഡ yk/ലാംഡ മൈനസ് ടി ലാംഡ yn/ലാംഡ ഇങ്ങനെ വരും. ഇനി നോക്കിയേ, ടി ലാംഡ yk/ലാംഡ എന്ന് പറയുന്നത് ഈ nk-1ൻ്റെ ഉള്ളിൽ വരിക. yn ഇവിടെയാണെങ്കിൽ yk/ലാംഡ എന്ന് പറഞ്ഞാൽ nk-1ൻ്റെ ഉള്ളിൽ വരും. അതേപോലെ yn/ലാംഡയും എവിടെ വരും, ഈ nk-1ൻ്റെ ഉള്ളിൽ വരും. അങ്ങനെ ആ ടേം മുഴുവൻ nk-1ൻ്റെ ഉള്ളിൽ വരും അല്ലേ. ഈ ടേമുകൾ മുഴുവൻ nk-1ൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഇവിടെ ഒരു yk കൂടി ഉണ്ടല്ലേ, yk പ്ലസ്. അപ്പോൾ ഈ yk അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ടേംസുകളും എവിടെ വരും, nk-1ൻ്റെ ഉള്ളിൽ വരും. ഇനി yk എവിടെയാണ് വരിക, yk എവിടെയാണ് ഉണ്ടാവുക, nk-ൻ്റെ ഉള്ളിൽ. yk മാത്രം nk-ൻ്റെ ഉള്ളിലും ബാക്കിയുള്ള ടേംസുകളൊക്കെ nk-1ൻ്റെ ഉള്ളിലും. അപ്പോൾ അതാ ഈ ഒരു ഫോർമുലയായില്ലേ, nk-ൻ്റെ ഉള്ളിൽ നമുക്കൊരു പോയിൻ്റ് yk കിട്ടി, ബാക്കിയുള്ള ടേമുകളൊക്കെ nk-1ൻ്റെ ഉള്ളിൽ. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ ഒരു മോഡ് ലാംഡ ഉണ്ട്, മോഡ് ലാംഡ ഇൻറ്റു
1/2 കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു നമ്മളിങ്ങനെ 2 എലമെൻ്റ് എടുത്തു, അതിന് നോമിൻ്റെ വാല്യൂ കണ്ടപ്പോൾ ഓൾവേസ് ഗ്രേറ്റർ ദാൻ മോഡ് λ/2 എന്ന് വെച്ചാൽ അത് കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു നമ്മൾ ടി കോമ്പാക്റ്റ് എല്ലാന്ന് കിട്ടി അല്ലേ. ടി കോമ്പാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കോഷി സബ്സീക്വൻസ് കൺവേർജ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇത് കോമ്പാക്റ്റ് അല്ലാന്ന് കിട്ടിയത്. പക്ഷേ ടി കോമ്പാക്റ്റ് ആണല്ലോ. അങ്ങനെയാണ് നമ്മുടെ ഈ കോൺട്രഡിക്ഷൻ മെത്തേഡ് പോകുന്നത്.